ഇപ്പൊ ഈ ചിത്രം ആവേശം അനൗൺസ് ചെയ്യുന്ന മുതൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം അതിനുശേഷം ഇത് വേറൊരു ടൈപ്പ് പരിപാടിയാണെന്ന് സുഷിൻ പറഞ്ഞപ്പോഴൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ലുക്കിലൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ധ്യാൻ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ സീൻ മൊത്തം ധ്യാൻ കൊണ്ടുപോയി, ആ ഹൈപ്പ് മൊത്തം ധ്യാൻ കൊണ്ടുപോയി. അതിനെങ്ങനെയായിരുന്നു നോക്കിയത്? നല്ല കാര്യം, എനിക്കെന്താ ചെയ്യാൻ പറ്റുക, അത് നല്ല കാര്യം. എനിക്ക് എന്റെ സിനിമയെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. മറ്റൊന്ന് റിലീസാവും, റിലീസായിട്ട് ആൾക്കാർ ഇന്റർവ്യൂ ഒക്കെ കാണാം. ഞാൻ ഇന്റർവ്യൂ കാണാം. ഞാൻ ഹൈദരാബാദാണ്, ഞാൻ പുഷ്പ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ചു പോകും വീണ്ടും. റിലീസിൻ്റെ അന്നൊരു ദിവസത്തേക്ക് ഞാൻ വരും. അതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ്, മിനഞ്ഞാന്നാണ് പടം ലോക്കായത്. ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും ബിസിയായിരുന്നു. പ്രൈമറിലി മറ്റ് ടെക്നീഷ്യൻസ് മറ്റു പടങ്ങളൊക്കെ ആയിട്ട് ബിസിയായിരുന്നു. എല്ലാവരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ട് ഡിലേ ഉണ്ടായി, പടം തീരാൻ അതിൻ്റെതായിട്ട് ഡിലേ ഉണ്ടായി. അപ്പം അതിലായിരുന്നു ഫോക്കസ്, പടം ഭംഗിയായി തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരിക. പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും പറയണമെന്നില്ല. ഇപ്പം സത്യേട്ടൻ്റെ, ഇപ്പം ഞാൻ പ്രകാശനൊക്കെയാണെങ്കിൽ ഞാൻ പ്രൊമോഷനൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ സത്യേട്ടിൽ നിന്നും ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് കേട്ടർ ചെയ്യുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിരുന്നു. ഇതില് ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്, ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്. എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ല അതിന് മുമ്പ്. അപ്പം പടത്തിനൊരു ഇൻട്രോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഇതിലൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജോലി സിനിമകൾ ചെയ്യാവുന്നതാണ്. നല്ല സിനിമയാണെങ്കിൽ സിനിമ നല്ല ജോലി എടുത്തു, സിനിമ പ്രൂവ് ചെയ്തു. ഇല്ല.